എന്റെ വൈഫിന്റെ പേര് മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ഒരാളെ എന്തോ വ്യക്തിയോ ഞാൻ പറയുന്ന അതിനനുസരിച്ച് നിങ്ങൾ വിചാരിച്ചു. ആ വിചാരിച്ചു നിങ്ങൾ പറയാതെ അത് ഞാൻ കണ്ടു. അതായത് ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ അത് മൂപ്പര് കണ്ടെത്തുന്നാണ് പറഞ്ഞത്. അതിന് മുന്നിൽ രണ്ട് ടൂൾസ് ഉണ്ട്. ഒരു പറ്റി ഷീറ്റുണ്ട്, ആറാമിന്റെ ഗേൾഫ്രണ്ടോ ആര് പേടിയും മനസ്സിൽ വിചാരിക്കാം. എന്ത് മേടിക്കും മനസ്സിലായി നോക്കില്ല. ഓക്കെ, ആര് പേടിക്കും വിചാരിക്കാം. മനസ്സിൽ വിചാരിച്ച ആ വിചാരിച്ച പേര് ആ വ്യക്തിയെ മാത്രം മനസ്സിൽ വിചാരിച്ചെന്റെ കണക്കിൽ. ഓക്കെ, നമ്പർ വരുന്നില്ല, പേര് വരുന്നില്ല, പേര് വേണ്ട ഓക്കെ അല്ലേ? ശരി, ഇനി എന്താ അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ചെയ്യാൻ വേണ്ടി എഴുതി കഴിയും. നിങ്ങളുടെ കയ്യിലാണ് മുടിച്ചു. ഇനി ഞാൻ മനസ്സിൽ വിചാരിച്ച ആളെ ഇവിടെ കയ്യിലുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നെ തെറ്റിക്കാൻ വേണ്ടി മാറ്റി പറയും. അതല്ല ഇതാണ്, അത് വേണ്ട. ഇപ്പൊ തന്നെ വെളിപ്പെടുത്തിക്കോ. എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്? ഞാൻ ഷംലീന മനസ്സിൽ വിചാരിച്ച എന്റെ വൈഫിന്റെ പേര് ഞാനത് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടോ. മുമ്പ് പേപ്പറായി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ നമ്പർ നമ്പർ 1 തുറക്കലാണ് ചോദ്യം. ഇഷ്ടപ്പെട്ട ആളെ മനസ്സിൽ വിചാരിക്കാനോ അല്ല, ആ വിചാരിച്ച ഷംലീന. അതൊന്ന് നോക്കി നമ്പർ ഒരിക്കലും ഞാൻ എന്റെ വൈഫിന്റെ പേര് വിചാരിച്ചത് മൂപ്പരുടെ വൈഫിനെ അറിയില്ല, എന്നെ അറിയില്ല, ഒരു പരിചയം ഇല്ലാത്തതാണ്. മനസ്സിലൊരാളെ വിചാരിക്കാൻ പറഞ്ഞ് ഞാനത് മനസ്സിൽ വിചാരിച്ച അത് മൂപ്പരുണ്ടല്ലോ. ഓക്കെ ഉണ്ടോ അല്ലേ? അമ്മച്ചാൽ കൊണ്ടുവരുന്നതിന് മറ്റേ വ്യവസായി സംഭവം ശരിയാണ്. ഇതേപോലെ പിന്നെ കേസുകൾ ആള് അടിപൊളിയായിട്ട് ആള് മാജിക് കാര്യം പറയണ്ടേ. ഇനിയിപ്പോ ആർക്കെങ്കിലും റിയാദിൽ ഇതുപോലെ മാജിക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുന്നാൾക്ക് പ്രോഗ്രാമിന് മാജിക് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റിൽ കോൺടാക്ട് ചെയ്ത് കേട്ടോ. 1 മണിക്കൂർ അദ്ദേഹം മാജിക് ചെയ്യും. പ്രൊഫഷണൽ ആണ്, വർഷങ്ങളോളം മാജിക് ഫീൽഡ് ഉണ്ടായ വ്യക്തിയാണ്. ഇന്ന് ഇവിടെ ഈ ചായക്കട നടത്തുന്നത്. ആൾക്ക് സാധനം കയ്യിലുണ്ട്. എന്റെ ഭാര്യന്റെ പേരും എന്റെ നാട് എവിടെ പോലും ആൾക്കറിയില്ല. പക്ഷെ ആളുടെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞത് കറക്റ്റ് പേപ്പറിൽ എഴുതി കാണിച്ചു തന്നെ. ഓക്കെ.